എന്ത് പണിയാണ് നമ്മളോട് ചെയ്യുന്നത്? ഇനി എന്തിനാ സ്വർഗം? എന്താണ് സ്വർഗം? സ്വർഗം 3 ബെഡ്റൂം ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. സ്വർഗം എന്ന് പറയുന്നത് കേവലം ഒരു വില്ലല്ല, കേവലം ഒരു അപ്പാർട്ട്മെന്റ് അല്ല. അല്ലാണ്ട് സ്വർഗം എന്ന് പറയുന്നത് ആകാശങ്ങളോളം ഭൂമികളോളം വിശാലമായത്. അതുമാത്രമോ? അതിനാ അഹ്ലിൽ ജന്നതി മൻസില, നാളെ സ്വർഗത്തിലേക്ക് വരുന്ന ഏറ്റവും ചെറിയ പ്രതിഫലമുള്ള ആള് യുഅതാഹു മിസ്ലൈ ദുനിയ, ഈ ലോകത്തിന്റെ 2 ഇരട്ടി വലിപ്പമുള്ള ലോകമാണ് സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം. എങ്ങനെ? സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം ഈ ലോകത്തിന്റെ ആറങ്ങാടിയോ കാഞ്ഞങ്ങാടോ അല്ല, കേരളോ ഇന്ത്യയോ അല്ല, ഏഷ്യയോ നമ്മുടെ ഭൂമിയോ അല്ല, ഈ മഹാപ്രപഞ്ചത്തിനോളം 2 വലിപ്പമുള്ള ലോകം അല്ലാഹു തരുന്ന ആർക്ക് ഏറ്റവും ചെറിയ പ്രതിഫലം അതാണ്. പിന്നെ വലുതിന്റെ കഥ എന്താ? ഇതൊക്കെ കിട്ടണമെങ്കിൽ എനിക്കത് തോന്നി ഞാനങ്ങോട്ട് ചെയ്തു അല്ലേ? നിന്റെ തോന്നലിനല്ല അല്ലാഹു നിനക്ക് ഓക്സിജൻ തന്നത്. നിന്റെ മൂക്കിലൂടെ കയറിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ അത് എടുക്കാൻ പോലും നിനക്ക് തോന്നുന്നില്ല. അത് ഒരു ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണമെന്ന് പറഞ്ഞാൽ എത്ര ആൾ മരിച്ചു പോയേനെ? ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണ്ടിയിരുന്നു. ഞാൻ ഇപ്പൊ ഒന്ന് ശ്വസിക്കട്ടെ, അല്ലാ ഞാൻ ശ്വസിക്കാൻ മറന്നുപോയല്ലോ. ഇതൊന്നും നീ അറിയുന്ന പോലും ഇല്ലല്ലോ. എത്ര കൂളായിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? വലിയൊരു സാധനം ഒരു സെക്കൻഡിൽ 70ഓളം ലിറ്റർ രക്തം ഒരു മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും. ഈ തലയും നിന്റെ ബ്രെയിനും നിന്റെ ഹാർട്ടും നിന്റെ ലിംസ് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇതൊക്കെ തന്നത് എന്തിനാ? അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാനാ. അത് അള്ളാന്റെ ലോകമാണ്. റബ്ബിന്റെ നിയമം ഇവിടെ വേണം. അള്ളാഹുവിന്റെ ലോകമാണിത്. ഇവിടെ വന്നത് നീയല്ല, ഈ ലോകം പടച്ചത് നീയല്ല. ഇവിടുത്തെ വൃക്ഷങ്ങളോ ഇവിടുത്തെ നാളെ സൂര്യൻ ഉദിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. ആരറിഞ്ഞു? ആരായി സൂര്യനെ ഉദിപ്പിക്കുന്ന? യുണൈറ്റഡ് നേഷൻസോ USA-യോ? ഏത് രാജ്യമാണ്? നാസയോ? ഇവർക്കൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സൂര്യൻ നാളെ ഉദിക്കുന്നില്ല എന്ന് കരുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളത്തെ രാവിലത്തെ പരശുവിന് കോഴിക്കോട്ടേക്ക് പോകണം. നാളെ പരശു ഉണ്ടോന്നോ നാളെ സൂര്യ ഉദിക്കുന്നുണ്ടോന്നോ ആരറിഞ്ഞു? ഈ ഭൂമിയെ കറക്കണ്ടേ? ആരായി കറക്കണത്? അല്ലാഹു ജല്ല ജലാലു. അതിനനുസരിച്ച് സൂര്യന്റെ ഭ്രമണം നടക്കണം. ആര് നടത്തുന്നു? അല്ലാഹു ജല്ല ജലാലു. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ലോകത്ത് ഓക്സിജൻ ശ്വസിക്കുന്ന മനുഷ്യ, ഇവിടെ റബ്ബിന്റെ നിയമമുണ്ട്. ലക്ഷക്കണക്കായ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ, ഇസ്ലാം ഖുർആൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആവേശ. ഈ ഖുർആന്റെ നിയമമാണ് നമ്മൾ ഈ പറയുന്നത്. ഖുർആനിന്റെ നിയമമായി പറയുന്നത് അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാമെന്ന ലോകമാണിത്. ഇവിടെ അള്ളാഹുവിന്റെ നിയമമാണ്. ഗോഡ് റൂൾ. അള്ളാഹ്ക്കാണ് ഇവിടെ ഭരണം. ചെറുപ്പക്കാർക്ക് 4 മസിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കുപ്പായൊക്കെ മാറ്റി ടീഷർട്ടൊക്കെ ഒന്ന് കനം കുറച്ച് ആ മസിൽ അവന്റെ 6 പാക്കോ 8 പാക്കോ എത്ര പാക്കോ യാ അള്ളാഹ് ഇതൊക്കെ ഒന്ന് കാട്ടി നടക്കാൻ അവൻ ഉറക്കം വരൂല. ശരിയല്ലേ? എന്തിനാ നിനക്ക് ഇതൊക്കെ തന്നത്? നാളെ ജീവിക്കണ നേരത്ത് അന്തസ്സിൽ നിസ്കരിക്കാൻ പറ്റണം അല്ലേ? വടി ഊന്നിയിട്ടും ഇരുന്നിട്ടും കസേരയിലും ചാരിയിട്ടൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യന്മാരുണ്ട് അല്ലേ? അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. എനിക്ക് അന്തസ്സ് തന്നെ നിസ്കരിക്കണം, തനിക്ക് ആരോഗ്യം വേണം. അതിന് നീ ജിമ്മിന് പോയിക്കോ. എന്റെ മസിൽ കാട്ടാൻ വേണ്ടി പോകണ്ട. നീ ജിമ്മിന് പോണത് അതിനാണ്. എന്ത്? എന്റെ റബ്ബ്. ഇവിടെ തോന്നിവാസമോ പ്രശ്നങ്ങളോ നടക്കുമ്പോൾ ഇടപെടേണ്ടി വരും. നിനക്കതിന് ആരോഗ്യം വേണം. നീ അതിനൊക്കെ ചെയ്തോ, എന്നല്ലാതെ ബൂസ്റ്റ് ചെയ്യണ്ട. എന്റെ മസിൽ കണ്ടോ, എന്റെ മസിൽ കണ്ടിട്ടുണ്ടോ, ഈ പാട്ടൊന്നും നീ പാടാൻ നിൽക്കണ്ട. ഇതൊന്നും കാണിച്ചു കൊടുക്കും വേണ്ട. ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് നീ ചെയ്യുന്നത്. എല്ലാം പെണ്ണുങ്ങളുടെ വിത്തന ഭയങ്കര. ആണുങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വിത്തന ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങളും വിത്തന ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇബ്ലീസ് കടന്നിട്ട് ചിരിക്കുകയാണ്. ഒരു പണിയില്ല, എല്ലാവർക്കും 2 കൂട്ടരും ഗോൾ അടിച്ചുകൊണ്ടേ ഇരിക്കല്ലേ. മുമ്പ് ഗാലറി കടന്നിരിക്കുകയാണ് ഇപ്പോ. പണിയൊക്കെ നടക്കുന്നുണ്ട്, കൂളായിട്ട് നടക്കാണ്. എല്ലാവരും തോന്നിയ പോലെയൊക്കെ നടക്കണത്. ആര് പറഞ്ഞാലും കേൾക്കൂല, ആര് പറഞ്ഞാലും യേശുവില്ല. എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. നീ കണ്ടേക്കണം. ചെറുപ്പക്കാരാ, ഐ ലവ് യു ഇതാണ് വാക്കിനർത്ഥം. നിങ്ങളോട് ഇഷ്ടമാണെന്ന വാക്കിനർത്ഥം. അൻത തുഅ്ജിബുനി, ഐ ലവ് യു. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഫിത്നയല്ലേ? സമാരോടൊക്കെ ലവ് യു അറിയില്ല മക്കളെ മദ്രസയിൽ. ടീച്ചർമാരോട് മാഷ്മാരോടൊക്കെ പറയണതൊക്കെ സിനിമകളൊക്കെ ഇതിവൃത്തങ്ങൾ എല്ലായിടത്തും തോന്നിവാസം ഉണ്ടാക്കാം. അതന്നെ ആകെ ജീവിക്കണ തോന്നിവാസത്തിന്. എന്ത് പാട്ട് പാടിയാലും അതിലും തോന്നിവാസം, ഡാൻസ് ചെയ്താലും തോന്നിവാസം, റിയാലിറ്റി ഷോ അതിലും തോന്നിവാസം, ഇറച്ചി കാണിക്കുക, ചാടിക്കളിക്കുക, വ്യഭിചാരത്തെ പറ്റി ചിന്തിപ്പിക്കുക. പിന്നെ മനുഷ്യൻ എന്താ? നമ്മളെ ആരോ ഒരാൾ പ്രസംഗിച്ചോ അങ്ങനെ ഇക്ലിപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചിരിക്കാതിരിക്കാന്ന് എങ്ങനെ പറ്റുക? ഇക്ലിപ്പെടുത്തുന്നുണ്ട്, പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുകയാണ്? സംഗതി ഭയങ്കര ഗൗരവമാണ്. ഇതൊന്നും സീരിയസ് ആയി ആലോചിച്ചിട്ടില്ലെങ്കിൽ മുമ്പിനെ ഈ ഖബറിൽ പോയി കിടക്കണ നേരത്ത് അവിടുത്തെ ലോകം എന്താണെന്ന് പഠിക്കുക.
എന്താണ് അവിടെ നടക്കുന്നത്? വിചാരണ തുടങ്ങാൻ പോണ സ്ഥലമാണ്. അവിടെ പോയി കിടക്കാനുള്ള തടിയാണ് ഞാനെന്ന് ഓർത്തേക്കണം. അന്ന് ഖുർആനൊക്കെ തലയിൽ വേണം, ഖുർആനൊക്കെ ഓർക്കണം, എപ്പോഴും അത് ഓർമ്മ വരണം. അപ്പോഴതൊക്കെ നമ്മൾ ഊതുന്നതല്ലേ, പാടുന്നതല്ലേ, നമ്മൾ ചെല്ലുന്നതല്ലേ നാവിൽ വരൂ. മരിക്കാൻ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് ഭയങ്കര ആഗ്രഹം. ഉസ്താദേ, ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി തോർക്കണം. അള്ളാഹ് നമ്മളെല്ലാവർക്കും അള്ളാഹു ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ. പക്ഷെ പാടി നടക്കുന്നത് MD ശ്രീകുമാറിന്റെ പാട്ടാ അല്ലേ? പാടി നടക്കുന്നത് നമ്മളെ ചിത്രചേച്ചിന്റെ പാട്ടാ. ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെ ഇരുമെല്ലാം പറ്റുക? നിന്റെ നാവിന് നീ എന്ത് പരിചയപ്പെടുത്തി കൊടുത്തു അതേ നിനക്ക് ചൊല്ലാൻ പറ്റൂ. അവിടെ വെച്ചിട്ട് കലിമല്ലാനൊന്നും കഴിയില്ല. ഇവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലാറുണ്ടോ? ദിക്റിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ? സ്വലാത്തിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ? അള്ളാഹിനെ പറ്റി ചിന്തി, ഖുർആൻ ഓതാ, ഇതൊക്കെ ഓതുന്നവർക്കേ വരുള്ളൂ. അവിടെ വെച്ച് അതൊന്നുമില്ല. കമാ തദീനു തുദാൻ, നീ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ അള്ളാഹു നിന്നോട് പെരുമാറാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഓർത്തുവെക്ക മുഅ്മിനെ. എല്ലാം കൂടെ ഒരു ജനറേഷൻ മുഴുവനും നന്നാവാനുള്ള വിഷയങ്ങളാണ് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ നന്മയെ നിലനിർത്തുമാറാകട്ടെ. ഒരു പെണ്ണ് വിളിക്കാണ് ഹറാമിലേക്ക്. നാളെ അർശിന്റെ തണല് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ 7 വിഭാഗത്തിലെ ഒരു വിഭാഗം ഇവരാണ്. എന്ത്? وإني أخاف الله من قال عندما الحمد لله وإني أخاف الله من قال عندما دعت ذات عال منصب وجمال. ഹദീസ് ഇങ്ങനെ ഉലമാ പാട്ടാക്കി ചൊല്ലി പഠിപ്പിക്കുകയാണ്. وإني أخاف الله, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ, മൻ ഖാല ഇൻദമാ ദഅത ദാതു ആലിം മൻസിബിൻ വജമാലി, നല്ല സൗന്ദര്യവും നല്ല അന്തസ്സുള്ള തറവാടും വീട്ടുകാര്, ആരോഗ്യമുള്ള ഭംഗിയുള്ളൊരു പെണ്ണ് തന്നെ ഹറാമിലേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾക്കും നാളെ അർശിന്റെ തണലുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്